ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുൽക്കൂടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ദ തിങ് ഈസ് പുൽക്കൂട് ഉണ്ടാക്കി പകുതിയായി. എനിക്ക് ആദ്യമേ ഈ ഐഡിയ തോന്നിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പകുതിയായപ്പോൾ ഇച്ചിരി സംഭവങ്ങളൊക്കെ കുറച്ച് നിങ്ങളെ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഇപ്പം ഞങ്ങളുടെ പുൽക്കൂടിൻ്റെ ഇപ്പോൾ നിലവിലത്തെ അവസ്ഥ. ഒരു കാർഡ്ബോർഡ്, അതിൻ്റെ മുകളിൽ ഇങ്ങനെ എന്തോ കച്ചി പോലത്തെ ഒരു സാധനമൊക്കെ, ഓലയുടെ അല്ല കവുങ്ങിൻ്റെ മറ്റേ സാധനമൊക്കെ ഇങ്ങനെ എടുത്ത് പുറത്തൊക്കെ ഇങ്ങനെ ഞങ്ങൾ ഭയങ്കര വിദഗ്ധമായി. എൻ്റെ ഐഡിയ ആയിരുന്നു എല്ലാം. എൻ്റെ അനിയൻ വന്ന് ചിലപ്പോൾ ഇന്ന് കമൻറ്റ് ഇടും അവൻ്റെ ഐഡിയ എന്ന്. പക്ഷേ ഇതെല്ലാം എൻ്റെ ഐഡിയ ആണ് ഗൈസ്. എനിക്ക് എൻ്റെ തലയിൽ ഇങ്ങനെ ബുദ്ധി നല്ലോണം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഐഡിയ ആണ് ഇതൊക്കെ. പിന്നെ ഇതിപ്പോൾ ഞങ്ങൾ വേലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതും ഞാൻ തന്നെയാണ് വെട്ടിയെടുത്ത്, ഈ ലെവലിലേക്ക് ഇങ്ങനെ വെട്ടിയെടുത്ത് ഇങ്ങനെ ആക്കിയെടുത്ത് ഞാനാണ്. ഗോണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഉണ്ടാക്കുന്ന വേറെ ആരുമല്ല, എൻ്റെ മൂത്തേനിയൻ ലിതിനാണ്. ലിത്ത് ഒരു ഹായ് പറഞ്ഞ്. അപ്പോൾ ഗൈസ്, ഞങ്ങളിവിടെ കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ പണിയെടുക്കുമ്പോൾ പഠിക്കുവാണെന്നും പറഞ്ഞ് ഇവിടെ ഫോണും കുത്തി ഒരാൾ നിൽപ്പുണ്ട്. അപ്പോൾ ഹായ്. നമ്മുടെ പുൽക്കൂടിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുൽക്കൂടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇതിനകത്ത് ഇനിയിപ്പം സെറ്റൊക്കെ വെക്കണം, അറേഞ്ച് ചെയ്യണം. പിന്നെ ഇതിൽ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്യണം. അത്രേ ഉള്ളൂ ഗൈസ്. ഇതാണ് നമ്മുടെ ഉണ്ണീശോയും കൂട്ടുകാരും, ഉണ്ണീശോയുടെ സെറ്റ്. മാതാവ് യോസേപ്പിതാവും മാട്ടടയന്മാരും രാജാക്കന്മാരും കുറേ ആടും എല്ലാവരും ഇപ്പോൾ ഉണ്ട്. എനിക്കൊരു സംശയമുണ്ട്, ഇങ്ങോട്ട് ഇതാണോ യോസേപ്പിതാവ്? ഇതാണ് യോസേപ്പിതാവ്? ലൈക്ക് നമുക്ക് ഇതിന് ഗൈസ്, ഇത് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഇതാണ്, സോറി ഇത് കാണുന്നില്ല, ഇതാണ് യോസേപ്പിതാവ്. ഇത് മൊട്ടത്തലല്ല, മുടിയില്ല. ഇത് ആട്ടിടയനാണ് ഗൈസ്. ആട്ടിടയനെ യോസേപ്പിതാവിനെ തമ്മിൽ ഇവൻ മാറ്റാൻ നോക്കുകയാണ്. ഓഫ് കോഴ്സ് ഗൈസ്, ഇവർ തമ്മിലല്ലേ മാച്ച്. അല്ലെങ്കിൽ നമുക്കൊരു പണി ചെയ്യാം, ഇതിനെ മൂന്നിനെ അടുപ്പിച്ച് വെച്ചിട്ട് ഇങ്ങനെ വെക്കാം. മാതാവ് ആർക്കെങ്കിലും ആട്ടെ. അപ്പോൾ ഗൈസ്, നമ്മുടെ പുൽക്കൂട് റെഡി ആയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ പുൽക്കൂട്. പുൽക്കൂടിനകത്ത് ഉണ്ണീശോയുണ്ട്, മാതാവുണ്ട്, യോസേപ്പിതാവുണ്ട്, 2 പശുക്കളുണ്ട്. മാലാഖേനെ പുറത്ത് ഞങ്ങൾ ചാരി വെച്ചേക്കുകയാണ്. ഒരു രാജാവും ഒരു ആട്ടിടയനും ഒരാടും മുഖത്തുണ്ട്. ബാക്കിയുള്ളവരൊക്കെ പുറത്ത് നിൽക്കുകയാണ്, സ്ഥലമില്ലാത്തതുകൊണ്ട്. ഇതാണ് ഞങ്ങളുടെ പുൽക്കൂടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പം നമ്മുടെ ട്രീയും പുൽക്കൂടും ഒക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. പുൽക്കൂട് ഏകദേശം എനിക്ക് തോന്നുന്നത് ഏകദേശം ഫിനിഷ് ആയതിൻ്റെ ഏകദേശം ഒരു സാധനം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നത്തെ ഒരു ചെറിയ ക്ലിപ്പിൽ. പിന്നെ അതേപോലെ ഞങ്ങൾ അതിനിടയ്ക്ക് ഒരു ട്രീയും കൂടെ സെറ്റ് ചെയ്തു. പക്ഷെ അത് എടുക്കാൻ പറ്റിയില്ല, ചെറിയ പെട്ടെന്നൊരു ഹറിബറി ആയിട്ട് ചെയ്ത സാധനമാണ്. അപ്പം അതിനിടയ്ക്ക് അത് എടുക്കാൻ പറ്റിയില്ല. അപ്പം എല്ലാം ചെയ്തിട്ടുള്ള ഒരു ഇപ്പോഴത്തെ ഒരു ഫിനിഷ് എങ്ങനെയാണെന്നുള്ളത് ഇപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ട്രീയും പുൽക്കൂടും. ട്രീ ഞങ്ങൾ മേടിച്ച ട്രീ അല്ല, ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള ട്രീ ആണ്. 3 കമ്പ് കൂട്ടിച്ചേർത്ത് കെട്ടി അതിൽ നമ്മുടെ ഗ്രീൻ ഗാർലൻഡൊക്കെ വട്ടത്തിലിങ്ങനെ ചുറ്റി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കൊച്ചു ട്രീ ആണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും കണ്ടു ഇഷ്ടപ്പെട്ടു എങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും മേരി ക്രിസ്മസ്. ടാറ്റാ, ബൈ.